Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s plus 8 by s square plus 4s plus 5. ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് s plus 8 by s square plus 4s plus 5. നമുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഇതിനൊന്ന് കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് s plus 8 ഇങ്ങനെ എഴുതും, s plus 2, then ബാക്കി 6. അപ്പൊ 8 എന്നുള്ളത് 2 plus 6 എഴുതുന്നു. താഴെ s square plus 4s, s square plus 4s എന്നെ എഴുതാം s plus 2 the whole square. s plus 2 the whole square ചെയ്യുമ്പോൾ s square plus 4s plus 4. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ടാവും? ബാക്കി ഇവിടെ. അപ്പൊ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തെ നമ്മളൊന്ന് ജസ്റ്റ് റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യുമ്പോൾ മോഡിഫൈ ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ s plus 8 s plus 2 plus 6 divided by s plus 2 whole square plus 1. അപ്പോൾ ന്യൂമറേറ്ററിൽ s plus 8 തന്നെയാണ്, ഡിനോമിനേറ്ററിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ s square plus 4s plus 4 plus 1. കറക്റ്റ്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു s plus 2 divided by s plus 2 whole square plus 1 plus 6 divided by s plus 2 whole square plus 1. ഇതിന്റെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യണം. നമ്മൾ ഇതിന്റെ പറ്റിയ ഫോർമുല കണ്ടുപിടിക്കണം. ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടി എന്താണെന്ന് അറിയാം. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് ബി ടി? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി ബൈ യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എസ് പ്ലസ് എ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമയം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി. ഈ ഒരു ഫോർമുലയാണ് നമുക്ക് ആദ്യത്തെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അത് എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല ഏതാണ്? എൽ ഇൻവേഴ്സ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി. അത് എങ്ങനെ കിട്ടിയത്? സ്റ്റാൻഡേർഡ് റിസൾട്ട് കോസ് ബി ടിയുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ എസ് റീപ്ലേസ്ഡ് ബൈ എസ് പ്ലസ്. അപ്പൊ എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Therefore, L inverse s plus a by s plus a whole square plus b square എന്താണ്? e raised to minus a t cos b t. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് s plus 2, ഇവിടെ s plus a ക്ക് വരും s plus 2 ആണ്. അപ്പൊ e raised to minus 2t cos t. അപ്പൊ ആദ്യത്തെ ടേമിന്റെ ആൻസർ നമുക്ക് കിട്ടി e raised to minus 2t cos t. ഇനി രണ്ടാമത്തെ ആൻസർ കിട്ടണം. രണ്ടാമത്തെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എൽ ഓഫ് സൈൻ ബി ടി നമുക്കറിയാം. എന്താണ് എൽ ഓഫ് സൈൻ ബി ടി? ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Therefore, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടിയുടെ ആൻസർ എന്താണ്? ഈ സൈൻ ബി ടിയുടെ ആൻസർ ബി ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി. Therefore, എൽ ഇൻവേഴ്സ് 1 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം എന്താണ്? 1 ബൈ ബി ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി. ഇതാണ് കണ്ടോ? ഇപ്പൊ രണ്ടാമത്തെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല ഏതാണെന്ന് നോക്കിയേ. എൽ ഇൻവേഴ്സ് 1 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ ബി ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടി. അത് എങ്ങനെയാണ് കിട്ടിയത്? എൽ ഓഫ് സൈൻ ബി ടി എന്ന് പറഞ്ഞാൽ ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ബൈ യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടി എന്തായിരിക്കും? ബി ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Therefore, L inverse 1 by s plus a whole square plus b square എന്താണ്? 1 by b e raised to minus a t sin b t. അപ്പൊ ഈ ഒരു ഫോർമുലാസ് ഒക്കെ നമ്മൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഇതൊന്നും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ല. അപ്പൊ ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 നമുക്ക് പുറത്തെടുക്കാം. 6 into ഇവിടെ e raised to minus a t e raised to minus 2t then sin. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. Therefore, Laplace transform of in L inverse. Therefore, L inverse s plus h divided by s square plus 4s plus 5 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? e raised to minus 2t cos t plus 6 into e raised to minus 2t sin t. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചത്. നോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 2 ഫോർമുല ഡെവലപ്പ് ചെയ്തെടുത്തു.
നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് എല്ലോ കോസ് ബി ടിയും എല്ലോ സൈൻ ബി ടി ആണ്. അവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആണ് നമ്മൾ ആ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒന്ന് മോഡിഫൈ ചെയ്തു. നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാകത്തിന് വേണ്ടി മോഡിഫൈ ചെയ്തു. അതിനെന്താ ചെയ്തത്? ന്യൂമറേറ്ററിലുള്ള എസ് പ്ലസ് 8നെ എസ് പ്ലസ് 2 പ്ലസ് 6 എസ് പ്ലസ് 2 പ്ലസ് 6 8 എന്നുള്ളതിന് 2 പ്ലസ് 6 എഴുതി. താഴെ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 എഴുതി എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1. അതിനുശേഷം 2 തിരിച്ചു വെച്ചു. അതിനുശേഷമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ ഫോർമുലകൾ അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി e⁻²t cos t പ്ലസ് 6 e⁻²t sin t. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.